അപ്പൊ പല കസ്റ്റമർക്കും ഉള്ള ഒരു പ്രശ്നമാണ് പെട്രോളിന്റെ സ്മെല്ല് തോന്നിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പെട്രോളിന്റെ സ്മെല്ല് തോന്നിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ബോണറ്റ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഭയങ്കര ലീക്കായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെട്രോൾ സ്മെല്ല് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ആദ്യം വണ്ടി സൈഡ് ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പെട്രോളിന്റെ ലീക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വണ്ടി ഓടിക്കരുത്. അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിനെ ഒരു മെക്കാനിക്കിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. അല്ലെങ്കിൽ ചിലപ്പോൾ അപകടം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അഥവാ സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയും ഞാൻ ഒരു ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാവേ. പെട്രോളിന് സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ഡ്രോപ്പായിട്ട് താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അതാണെങ്കിൽ നേരെ സെൽഫ് മോട്ടറിന്റെ മേളിലാണ് വീണുകൊണ്ടിരുന്നത്. ഭാഗ്യത്തിന് ഒരു അപകടത്തിൽ നിന്ന് ഒഴിവായി വണ്ടി. അപ്പോൾ പൈപ്പ് നമ്മൾ പെട്ടെന്ന് മാറിയിട്ടു. പെട്രോൾ ലീക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം പറയാം. ഇത് ഇല്ലറ്റ് മാനിഫോൾഡ്. അപ്പോൾ ഇല്ലറ്റ് മാനിഫോൾഡ് എങ്ങനെയാണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, എയർ ഫിൽറ്റർ ചെന്ന് കയറുന്ന ഭാഗമായിരിക്കും ഇല്ലറ്റ് മാനിഫോൾഡ്. അപ്പോൾ ഈ മാനിഫോൾഡിന്റെ താഴെയുള്ള ഭാഗങ്ങൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വല്ല പെട്രോളിന്റെ നനവോ സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഇവിടെ ആയിട്ട് വരുന്നുണ്ടോ നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞില്ലേ, ഈ വരുന്ന ബ്ലാക്ക് ഹോസ് ഇല്ലേ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചടാ. ഈ ബ്ലാക്ക് ഹോസുകളായിരിക്കും ഏറ്റവും കൂടുതൽ പൊട്ടിപ്പോവുക. പിന്നെ ഈ ഹോസുകൾ വെള്ളം കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഈ സൈഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പിന്നെ അടുത്തത് ടാങ്കിന്റെ ഫില്ലിംഗ് സൈഡ് ഏത് സൈഡാന്ന് നോക്കുക. ഈ സൈഡാണെങ്കിൽ ജസ്റ്റ് കുനിഞ്ഞിട്ട് ഇത് എവിടെ നോക്കുക. ഞാൻ കാണിച്ചു തരാം. ദേ പെട്രോളിന്റെ ഫിൽറ്റർ ദേ ഇവിടെ വരുന്ന ഭാഗങ്ങൾ ദേ ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടോ നോക്കുക. പിന്നെ ടാങ്ക് അപ്പുറം സൈഡിലാണെങ്കിൽ ഫിൽറ്ററും സാധനങ്ങൾക്ക് ആ സൈഡിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ സൈഡിൽ ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഫുൾ ടാങ്ക് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെയൊക്കെ പെട്രോൾ ലീക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാൻ പാകത്തിനുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ.